അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചായക്കടയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വീട്ടിൽ നമ്മൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ സംഭവമാണ്. നമ്മൾ മൈദാമാവും പിന്നെ കുറച്ച് മസാലയൊക്കെ ചേർത്തുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്, ഈവനിങ് സ്നാക്സ് ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്ത് കണ്ടാലോ? ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ഒരു മാവ്, ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ്. ഇനി നമുക്ക് ഒരു കോഴിമുട്ട, അത് പൊട്ടിച്ചൊഴിക്കും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ ലൂസാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ വെച്ച് കൊടുത്തേക്ക് ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് ഓയിലിൻ്റെ മേളിൽ നമുക്ക് തേച്ച് കൊടുക്കാം. മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. നൈസാക്കി എടുക്കാം നമുക്ക്. അപ്പൊ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം. അടുത്ത് നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും എല്ലാം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച് കൊടുക്കുക. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി 2 സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്ത് അതിട്ട് കൊടുക്കുക. അപ്പം ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നമുക്ക് ഇന്നത്തെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാല, പിഞ്ച് പെരിഞ്ചീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, എല്ലാം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. വെള്ളമെല്ലാം പറ്റി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മുടെ പൊടി ഐറ്റംസിന്റെ പച്ചമണം എല്ലാം മാറി റെഡിയായി കിട്ടും. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതിൽ നിന്ന് ഇറക്കി ഒരു ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നു മസാല കുറച്ച് വെച്ച് കൊടുക്കാം. എത്ര വേണോ അത്രയും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. സൈഡിലോട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് ചുരുട്ടാം. സൈഡ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് മൈദ. അപ്പൊ നമ്മൾ ഇത് കണക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ വീണ്ടും ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. നമ്മളിപ്പം മൈദമാവ് തേച്ചില്ല. ആ മൈദമാവിന്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യണം. എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. ഇതേ കണക്ക് നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കാം.